ഹായ് വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ്. ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അത് 1/2 കിലോ ബീഫിനെ നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം അതിന് നമ്മൾ സ്വീറ്റ് ചില്ലി സോസ് ഉണ്ടാക്കും. സ്വീറ്റ് ചില്ലി സോസിന് ഇതിൽ അവസാനം ഡിപ്പ് ചെയ്തെടുക്കും. അതാണ് എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ കിച്ചണിലോട്ട് പോകാം. അപ്പോഴേ നമ്മൾ 1/2 കിലോ ബീഫ് അതിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി കുക്കറിൽ ഇടുകയാണ്. അതിൻ്റെ മസാല ഇടണം. അതിനുവേണ്ടി ബീഫ് ആദ്യം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ബീഫ് 1/2 കിലോ. നമുക്ക് ഇതിന് വേണ്ട ഉപ്പ് ഇതിൽ പിടിക്കണം. അതിന് വേണ്ട ഉപ്പാണ് നമ്മൾ ഇടുന്നത്. എങ്കിലേ ഫ്രൈക്ക് ടേസ്റ്റ് വരുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ലേശം മഞ്ഞപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിത് മെയിനായിട്ട് ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഫ്രൈക്ക് വേണ്ടിയാണ്. ജസ്റ്റ് മിക്സ് ചെയ്ത് ഒരു 6 വിസിൽ. അപ്പം നമ്മളെ ബീഫ് നമ്മൾ റെഡിയായി കഴിഞ്ഞു. നമ്മൾ അതിന് വേണ്ടി സോസ് അടിക്കുന്നത്. നമ്മളെ മെയിൻ സാധനം സോസാണ്. സോസ് എന്നറിയാമല്ലോ, നമ്മളെ ബീഫിൻ്റെ സ്വീറ്റ് ചില്ലി സോസ് അത് അടിക്കണം. അതിന് വേണ്ടി പരിപാടി തുടങ്ങാൻ പോകും. 1 കപ്പ് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര നമുക്കിടാം, 2 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലെക്സ്, ഉപ്പ് ആവശ്യത്തിന്, വെളുത്തുള്ളി ഒരു 4-3 അല്ലി വലുത്, ഇഞ്ചി ഇതേപോലെ കുറച്ച് ആവശ്യത്തിന്, അതിൻ്റെ തന്നെ അത്രയും ഇഞ്ചി, ഒരു 1/4 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിക്കുന്നു. 1 ടേബിൾ സ്പൂണ് നമ്മളെ ടൊമാറ്റോ സോസ്. പിന്നെ നമ്മൾ സോയാ സോസും അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് സോയാ സോസ്. നമ്മൾ കുറുവാൻ വേണ്ടി വേറെ സംഭവം ചെയ്യുന്നുണ്ട് ഇതിൽ. നമ്മുടെ കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ചേർത്ത് ഇതിലൊഴിക്കുന്നുണ്ട്. ഫൈനലിൽ ഇപ്പോൾ കോൺഫ്ലവർ വെള്ളമൊഴിച്ച് കലക്കിയിട്ട് ആവശ്യത്തിനിട്ട് നമുക്ക് കുറച്ച് ഇതിനെ അടിപൊളി പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. കുറച്ചുകൂടെ കട്ടിയാവുന്നുണ്ട് നമ്മുടെ സോസ്, അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ ചേർക്കാം. നമ്മളെ സോസ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബട്ടറൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനൊന്നും ചേർക്കില്ല. ഓൾറെഡി ആയി, സോസായി. കണ്ടല്ലോ അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ. നമുക്ക് തുറക്കാം. നമ്മളെ ബീഫ് എന്താണെന്ന് നോക്കാം. നമ്മളെ ബീഫിൻ്റെ പീസുകൾ നമുക്ക് നോക്കാം. വെന്തിട്ടുണ്ട്, നല്ല പരിവായിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ ബീഫിൽ ആദ്യം ചേർത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞപ്പൊടി, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മളിതാ ഇതിൽ വേറൊന്നും ചേർക്കില്ല. ഗരം മസാലയിൽ പെടുന്ന പെരിഞ്ജീരകം, ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂണോളം നമ്മളെ മസാല, ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കാര്യം നമ്മൾ ഈ സാധനത്തിൽ നമ്മൾ മെയിനായിട്ട് നമ്മളെ സോസാണ് മെയിൻ. ലേശം കരിവേപ്പില സോസാണ് മെയിൻ. ഓൾറെഡി സോസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സോസിൻ്റെയാണ് ടേസ്റ്റ് ഫ്ലേവർ എല്ലാം വരുന്നത്. മണിക്കൂർ ഇരിക്കട്ടെ. അപ്പം നമ്മൾ അടുത്ത അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ബീഫെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് പോരാ. ഒരുപാട് ഭയങ്കരമായിട്ട് ഡ്രൈ ഫ്രൈ ആവണ്ട. ഡ്രൈ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ സോസ് ഒഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കാണൂല. അപ്പം നമ്മൾ ബീഫിൻ്റെ ഫ്രൈ എല്ലാം ഏകദേശം നല്ല ഡ്രൈ ഫ്രൈ എല്ലാം ഒരു ഫ്രൈ ആയിട്ടുണ്ട്. അത് ഇടുന്നു. അപ്പം നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ സ്വീറ്റ് ചില്ലി സോസ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കുകയാണ്. നല്ലപോലെ ഈ സോസിൽ കിടന്ന് പിടിക്കണം. വലിയ പീസാണ്.
ബീഫ് ഫ്രൈ ചെയ്തിട്ട് അതിൽ നമ്മൾ സ്വീറ്റ് ചില്ലി സോസ് മിക്സ് ചെയ്ത സാധനം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് നിങ്ങൾ ട്രൈ ചെയ്യാം. സൂപ്പർ ഡിഷാണ്. മസ്റ്റ് ഡ്രൈ ഐറ്റമാണ്. 1/2 കിലോ പോത്ത് അല്ലെങ്കിൽ ബീഫ് എന്തായാലും മട്ടൺ ആയാലും ചിക്കൻ ആയാലും ഇങ്ങനെ ചെയ്യാം. ഇതിന് ഇതേപോലെ സ്വീറ്റ് ചില്ലി സോസ് ഉണ്ടാക്കുക, ലാസ്റ്റിൽ ഫൈനൽ ചെയ്ത് ഇറക്കുക. അടിപൊളിയായിരിക്കും. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഗുഡ് ബൈ.